ഈസി ആയിട്ടും അതേപോലെ സിമ്പിളായിട്ടും ഒരു ചീസ് കേക്ക് ഉണ്ടാക്കിയാലോ. ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ ഈ സ്ട്രോബെറി ചീസ് കേക്ക്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 6 ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ഇതേപോലെ ഒന്ന് പൊടിച്ച് കൊടുക്കാം. ഇനി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി അത് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ചീസിൻ്റെ ലെയർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രീം ചീസും കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചീസിൻ്റെ ലെയറും റെഡിയായി. ഇനി നമുക്ക് ഇത് ആ ബിസ്ക്കറ്റിൻ്റെ ലെയറിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഈവൻ ആക്കിയതിന് ശേഷം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് മെയിനായിട്ടുള്ള സ്ട്രോബെറി ഫില്ലിംഗ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 10 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളവും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് ഇതേപോലെ കുറുക്കിയെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ചീസിൻ്റെ ലെയറൊക്കെ സെറ്റായിട്ടുണ്ട്. ഈ സ്ട്രോബെറി ഫില്ലിംഗ് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് നേരം കൂടെ ഫ്രിഡ്ജിൽ സെറ്റാൻ വേണ്ടി വെക്കാം. ഇനി ക്ഷമയില്ലാത്തവരാണെങ്കിൽ ഇതേപോലെ അപ്പം തന്നെ എടുത്തിട്ട് കഴിക്കുകയും ചെയ്യാം.